ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹല വഅൻത തജ്അലുൽ ഹസ്ന ഇദാ ശിഅ്ത സഹല. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ സിഫാത്തുൽ ഹുറൂഫിൻ്റെ ഒരു ലെസൺ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അൽഹംദുലില്ലാ. ഇന്ന് നമ്മൾ അതിന് രണ്ടാമത്തെ ഭാഗത്തിനെയാണ് പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒന്നാമത്തെ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് വിപരീതമുള്ള സ്വഭാവങ്ങളെ പറ്റിയാണ്. അറബി അക്ഷരങ്ങളുടെ വിപരീതമുള്ള സ്വഭാവങ്ങളെ പറ്റിയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അപ്പോൾ അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അൽഹംസ് എന്നുള്ള സ്വഭാവത്തെ പറ്റിയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള അൽ ജഹർ എന്നുള്ള സ്വഭാവത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അറബിയിൽ നമുക്കറിയാം 28 അക്ഷരങ്ങളും 3 മദ്ദുകളും ഉള്ളത്. അതിൽ 10 അക്ഷരങ്ങൾ ഹംസിൻ്റെ അക്ഷരങ്ങളാണ്. ഹംസിൻ്റെ അക്ഷരങ്ങളാണ് 10 അക്ഷരങ്ങൾ. ബാക്കിയുള്ള 18 അക്ഷരങ്ങളും മദ്ദുകളും ആണെന്ത് അൽ ജഹറിൻ്റെ അക്ഷരങ്ങൾ. ജഹർ എന്നുള്ളതിൻ്റെ മീനിങ് ശ്വാസത്തെ തടഞ്ഞു വെക്കൽ അല്ലെങ്കിൽ ലൗഡ് ഉച്ചത്തിലാക്കൽ. അതാണ് അതിൻ്റെ മീനിങ്. ശ്വാസത്തെ തടഞ്ഞു വെക്കുന്നു, സൗണ്ട് ഉച്ചത്തിലാവുന്നു, അല്ലെങ്കിൽ അക്ഷരങ്ങൾ ശരിക്കും നമുക്ക് കേൾക്കാൻ പറ്റും. ജഹർ എന്ന് പറഞ്ഞാൽ മീനിങ് ലൗഡ് അല്ലെങ്കിൽ ഉച്ചത്തിൽ പറയുന്നതിനാണ് എന്താ പറയുക അൽ ജഹർ എന്ന് പറയുന്നത്. ഈ അക്ഷരങ്ങൾ അൽ ജഹറിൻ്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് അക്ഷരങ്ങളുടെ മഹ്റജിനെ കൂടുതലായിട്ട് ആശ്രയിക്കും. അക്ഷരങ്ങളുടെ മഹ്റജിനെ സ്ട്രോങ് ആയിട്ട് ആശ്രയിക്കും. അപ്പം അങ്ങനെ ആശ്രയിക്കുന്നത് കൊണ്ട് തന്നെ വോക്കൽ കോഡിൻ്റെ വോക്കൽ കോഡിൻ്റെ ഫോൾഡുകൾ കൂടുതൽ അടുക്കും. വോക്കൽ കോഡിൻ്റെ 2 ഫോൾഡ് ഉണ്ടാവും, 2 പാളികൾ കൂടുതലായി അടുക്കുകയും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല, കാറ്റ് പുറത്ത് വരില്ല. അപ്പോൾ വോക്കൽ കോഡിൻ്റെ പാളികൾ വൈബ്രേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ അക്ഷരങ്ങൾക്ക് ഈ സ്വഭാവം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഒരക്ഷരം എടുത്തിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ ബ എന്നുള്ളൊരക്ഷരമാണ്. ബ, അബ്. അപ്പോൾ ഈ അബ് എന്നുള്ള അക്ഷരം നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് നമുക്ക് വേറെ ഒന്നും നമ്മൾ കേൾക്കുന്നില്ല. നമ്മൾ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ നമ്മൾ ക്ലിയറായിട്ട് കേൾക്കുന്നുണ്ടല്ലേ. അബ് അക്ഷരത്തിനെ നമ്മൾ ക്ലിയറായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ബ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ട് പുറത്തേക്ക് വരണമെങ്കിൽ ബയുടെ മഹ്റജ് 2 ചുണ്ടുകളാണ് നമുക്കറിയാം. 2 ചുണ്ടുകൾ ചേർത്ത് വെക്കുമ്പോഴാണ് ബയുടെ മഹ്റജ് വരുന്നത്. പക്ഷേ ബയുടെ സൗണ്ട് പുറത്തേക്ക് വരണമെങ്കിൽ നമ്മൾ ലേശം ചെറുങ്ങനെ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കണം. ഓക്കെ, അബ് പഠിച്ച് ഷീൻ എന്നുള്ള അക്ഷരം നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നോക്കും, അഷ്. അതിൻ്റെ കൂടെ എന്തുണ്ട്, കുറേ കാറ്റുണ്ട്. അക്ഷരമുണ്ട്, അക്ഷരത്തിൻ്റെ സൗണ്ടും ഉണ്ട്, കുറേ കാറ്റുകളുണ്ട്. പക്ഷേ ഇവിടെ വാക്ക് നോക്കൂ, അബ് അക്ഷരത്തിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്ഷരത്തിൻ്റെ സൗണ്ടിന് നമുക്ക് എന്ത് ചെയ്യും, ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റും. അതാണ് അതിൻ്റെ മീനിങ്. അൽ ജഹർ എന്ന് പറഞ്ഞാൽ സ്വരനാള പാളികൾ എന്ന് പറഞ്ഞാൽ വോക്കൽ കോഡ്. ഈ ഒരു സാധനം ഇതിനെയാണ് എന്ത് പറയുന്നത്, ഈ 2 പാളികളില്ലേ, ഇവിടെ 2 സംഭവങ്ങളുണ്ട്. ഈ 2 പാളികളും അതിനാണ് എന്ത് പറയുന്നത്, സ്വരനാള പാളികൾ. അപ്പോൾ ഈ സ്വരനാള പാളികൾ എന്താവും, വളരെ അടുക്കും. നമ്മൾ നേരത്തെ ഷീനിനെ പറഞ്ഞ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ പാളികൾ തമ്മിൽ നല്ല അകലുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ ജഹറിൻ്റെ അക്ഷരങ്ങൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത്, ഉച്ചരിക്കുന്ന സമയത്ത് ഈ പാളികൾ തമ്മിൽ നന്നായിട്ട് അടുത്തിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു,
ആ പാളികൾ തമ്മിൽ ഒരു വിറയൽ, ഒരു വൈബ്രേഷൻ ഉണ്ടാവും. അങ്ങനെയാണ് ഈ അക്ഷരങ്ങൾ ഉണ്ടാകുന്നത്. പാളികൾ തമ്മിൽ അടുത്തത് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കാറ്റ് ഒരുപാട് പുറത്തേക്ക് വരില്ല. വോക്കൽ കോഡിൻ്റെ പാളികൾ അടുത്തിരിക്കുന്നത് കൊണ്ട് ചെയ്യുന്നില്ല, കൂടുതൽ ശ്വാസം കൂടുതലും പുറത്തേക്ക് വരുന്നില്ല, അവിടെ തടഞ്ഞു നിൽക്കും. ശ്വാസത്തിനെ അവിടെ തടഞ്ഞു നിർത്തുകയും അതുകൊണ്ട് തന്നെ ശ്വാസത്തിൻ്റെ സൗണ്ട് നമ്മൾ കേൾക്കില്ല. നമ്മൾ എന്തേ കേൾക്കുള്ളൂ? അക്ഷരത്തിൻ്റെ സൗണ്ട് മാത്രം നമ്മൾ കേൾക്കുകയും ചെയ്യുന്നു. അതാണ് അൽ ജഹർ. അപ്പോൾ ഈ അൽ ജഹർ ഉച്ചരിക്കുന്ന സമയത്ത് വോക്കൽ കോഡിൻ്റെ പാളികൾ തമ്മിൽ അടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഹുറൂഫുൽ ജഹർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഹംസിൻ്റെ അക്ഷരങ്ങൾ 10 അക്ഷരങ്ങൾ കഴിച്ച് ബാക്കിയുള്ള എല്ലാ അക്ഷരങ്ങളും. പിന്നെ എന്തുണ്ട്? മദ്ദും, അലിഫ് മദ്, വാവ് മദ്, യാ മദ്. ഇത്രയും കാര്യങ്ങളാണെന്ത്? ഇത്രയും അക്ഷരങ്ങളാണ്, അക്ഷരങ്ങളുടെ സ്വഭാവമാണെന്ത്? അൽ ജഹർ. ഓക്കെ, ഇത്രയും അക്ഷരങ്ങൾക്ക് അൽ ജഹർ എന്നുള്ള സ്വഭാവമാണ് ഉള്ളത്. മീനിങ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ലൗഡ് എന്ന് പറഞ്ഞാൽ സൗണ്ട് ഒച്ചത്തിലാക്കുന്നതിനാണ്. അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ ശ്വാസത്തെ തടഞ്ഞു വെക്കൽ, അല്ലെങ്കിൽ വ്യക്തമാക്കൽ, അക്ഷരങ്ങളുടെ വ്യക്തമാകലിനെയാണ് എന്ത് പറയുന്നത്? അൽ ജഹർ എന്ന് പറയുന്നത്. അപ്പോൾ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് അക്ഷരത്തിൻ്റെ മഹ്റജിനെ, ഇപ്പോൾ നമ്മൾ ബായുടെ ഉദാഹരണം പറഞ്ഞില്ലേ, അപ്പോൾ ആ 2 ചുണ്ടുകളെയാണ് കൂടുതലായിട്ട് അത് ആശ്രയിക്കുന്നത്. ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് മഹ്റജിനെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നു. വോക്കൽ കോഡിൻ്റെ പാളികൾ കൂടുതൽ അടുത്ത് വരികയും അങ്ങനെ എന്ത് ചെയ്യൂല, വോക്കൽ കോഡിൻ്റെ പാളികൾ വൈബ്രേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്, ഈ അക്ഷരത്തിൻ്റെ സൗണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ വോക്കൽ കോഡിൻ്റെ പാളികൾ ഓപ്പൺ അല്ലാത്തത് കൊണ്ട് ശ്വാസം ഒരുപാട് പുറത്തേക്ക് വരില്ല, ശ്വാസം അവിടെ തടഞ്ഞു നിർത്തും. അപ്പോൾ ശ്വാസത്തിൻ്റെ സൗണ്ട് കേൾക്കില്ല, നമ്മൾ എന്ത് മാത്രമേ കേൾക്കുള്ളൂ? അക്ഷരത്തിൻ്റെ സൗണ്ടാണ് മുഴങ്ങി കേൾക്കുക. അപ്പോൾ അക്ഷരങ്ങൾ നമുക്ക് എന്താവും? കൂടുതൽ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. ഓക്കെ, ഈ അൽ ജഹർ എന്നുള്ള സ്വഭാവം അക്ഷരങ്ങൾക്ക് ശക്തി കൂട്ടുന്ന സ്വഭാവമാണ്. ഇപ്പോൾ 2 തരം സ്വഭാവങ്ങളുണ്ട്. ഒരു ടൈപ്പ് സ്വഭാവം അക്ഷരത്തിൻ്റെ ശക്തി കുറയ്ക്കുന്നതുണ്ടാവും. ഇപ്പോൾ ഒരക്ഷരത്തിന് ശക്തിയുള്ള അക്ഷരമാണോ ശക്തി കുറഞ്ഞ അക്ഷരമാണോ എന്ന് കണക്കാക്കുന്നത് അതിൻ്റെ സ്വഭാവങ്ങളുടെ ശക്തിക്കനുസരിച്ചാണ്. സ്വഭാവങ്ങളുടെ ശക്തിക്കനുസരിച്ച് എന്ന് പറയുന്നത് ഒരു സ്വഭാവം മാത്രം, ഒരു സിഫ മാത്രമല്ലല്ലോ. നമുക്ക് ഒരക്ഷരത്തിന് കുറേ സിഫകളുണ്ട്. ഓക്കെ, ഉദാഹരണത്തിന് ഇവിടെ അബ് എന്ന് പറയുമ്പം അബ് അല്ലേ, നമുക്ക് വായ അടഞ്ഞിട്ടാണ് കിടക്കുക. അബ് മഹ്റജ് മാത്രമാണെങ്കിൽ അബ്. അപ്പോൾ നമുക്ക് ആ സൗണ്ട് പുറത്തേക്ക് കേൾക്കണമെങ്കിൽ വായ കുറച്ച് ഓപ്പൺ ആക്കി കൊടുക്കണം. അതൊരു സ്വഭാവമാണ്, പൽക്കല എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ്. അപ്പം അങ്ങനെ ഓരോ അക്ഷരത്തിനും വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ 2 സിഫകളാണ് പഠിച്ചത്. ഒന്ന് അൽ ഹംസ്, മറ്റൊന്ന് അൽ ജഹർ. ഇങ്ങനെ ഇത് രണ്ടും എന്താണ്? ഓപ്പോസിറ്റ്, വിപരീതമുള്ള സിഫകളാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ചാർട്ടിൽ, സിഫാത്തിൻ്റെ ചാർട്ടിൽ ഫസ്റ്റ് നമ്പറായിട്ട് വന്ന 2 സിഫകളാണ്, വിപരീതമുള്ള 2 സിഫകളായിരുന്നു അൽ ഹംസ്, അൽ ജഹർ. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടും പഠിച്ചു കഴിഞ്ഞു. അൽ ഹംസ് എന്താണ്, അൽ ജഹർ എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഓക്കെ, നമ്മൾ അതായത് ഈ സിഫകൾ തമ്മിലുള്ള കമ്പാരിസൺ നോക്കുക. അപ്പോൾ നമ്മൾ അറബിയിൽ 28 അക്ഷരങ്ങളും 3 മദ്ദുകളുമാണല്ലോ ഉള്ളത്. അതിൽ 10 അക്ഷരങ്ങൾക്കാണ് എന്തുള്ളത്? അൽ ഹംസ് എന്നുള്ള സ്വഭാവങ്ങളുള്ളത്. ബാക്കി എല്ലാത്തിനും എന്ത് സ്വഭാവമാണുള്ളത്? അൽ ജഹറാണുള്ളത്. അപ്പോൾ അൽ ഹംസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിനെ മന്ത്രിക്കൽ എന്ന് പറയും, മന്ത്രിക്കൽ. അൽ ജഹർ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കൽ. അപ്പോൾ മന്ത്രിക്കൽ എന്ന് പറഞ്ഞാൽ ഹംസിൻ്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് നമ്മൾ അക്ഷരത്തിനെ ക്ലിയറായിട്ട് അങ്ങോട്ട് കേൾക്കൂല, കേൾവിയിൽ കുറവുണ്ടാവും, അവ്യക്തത ഉണ്ടാവും. അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്? മന്ത്രിക്കൽ എന്ന് പറയുന്നത്. വ്യക്തമാക്കൽ എന്ന് പറഞ്ഞാൽ അക്ഷരത്തിൻ്റെ സൗണ്ട് എന്ത് ചെയ്യും? ക്ലിയറായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അൽ ജഹറിൻ്റെ അക്ഷരങ്ങൾ നമ്മൾ ക്ലിയറായിട്ട് കേൾക്കും. പിന്നെ ഇതിൻ്റെ പേരുകളാണ്. അൽ ഹംസിൻ്റെ അക്ഷരങ്ങളെ പറയുന്നത്
ഹുറൂഫുൽ മഹ്മൂസ എന്നാണ്. ഹുറൂഫുൽ മഹ്മൂസ എന്ന് പറഞ്ഞാൽ ഹംസിൻ്റെ അക്ഷരങ്ങൾ. അൽ ജഹറിൻ്റെ അക്ഷരങ്ങളെ പറയുന്നത് ഹുറൂഫുൽ മജ്ഹൂറ എന്നാണ് എന്ത് പറയുന്നത്, ജഹറിൻ്റെ. അത് പേരുകൾ, അതിൻ്റെ വിളിപ്പേരുകളാണ്. ഇനി അടുത്തൊരു വ്യത്യാസം നോക്കുന്ന സമയത്ത് അൽ ഹംസിൻ്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് വോക്കൽ കോഡിൻ്റെ പാളികൾ അകന്നിട്ടാണ് ഉണ്ടാകുക. വോക്കൽ കോഡിൻ്റെ പാളികൾ അകന്നിട്ടാണ് ഉണ്ടാകുക. അൽ ജഹറിൻ്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് വോക്കൽ കോഡിൻ്റെ പാളികൾ അടുത്തിട്ടാണ് ഉണ്ടാകുക. പാളികൾ തമ്മിൽ അകലം കുറവായിരിക്കും, അടുത്തിട്ടാണ് കിടക്കുക. പിന്നെ ഉള്ളത് അൽ ഹംസ് എന്നുള്ള അക്ഷരം നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ശ്വാസം ഒഴുകും അല്ലേ. നമ്മൾ ഷീനാണെങ്കിൽ അഷ് അല്ലേ, കുറേ ശ്വാസമുണ്ട്, ഒരക്ഷരമുണ്ട്, കുറേ ശ്വാസമുണ്ട്. അപ്പോൾ അതിനാണ് ശ്വാസം ഒഴുകും, അഷ്. അൽ ജഹർ വോക്കൽ കോഡിൻ്റെ പാളികൾക്ക് വിറയൽ അനുഭവപ്പെടുകയാണ്. വോക്കൽ കോഡിൻ്റെ പാളികൾ വിറയൽ അനുഭവപ്പെടും. അത് അങ്ങനെയാണ് നമ്മൾക്ക് ഈ അക്ഷരത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ് എന്ത്, വോക്കൽ കോഡിൻ്റെ പാളികൾ വിറയൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മളെ ഈ വോക്കൽ കോഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് നമുക്കറിയാമല്ലോ. നമ്മൾ മഹാരിജിൽ ഹറൂഫ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് വോക്കൽ കോഡ് എവിടെയാണ് ഇരിക്കുന്നത്. നമ്മൾ പുരുഷന്മാർക്ക് ആഡംസ് ആപ്പിൾ എന്ന് പറയുന്നൊരു സംഭവം, നമ്മൾ തൊണ്ടയുടെ ഏതാണ്ട് സെൻട്രലായിട്ട് വരുന്നൊരു സംഭവമല്ലേ, അതിൻ്റെ തൊട്ട് ബാക്കിലാണ് എന്തുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയയിൽ നമ്മളെ കൈവച്ചിട്ട് അൽ ജഹറിൻ്റെ അക്ഷരങ്ങൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് വോക്കൽ കോഡിൻ്റെ വിറയൽ, ഒരു വൈബ്രേഷൻ, അല്ലെങ്കിൽ നമുക്ക് അവിടെ നമ്മുടെ കയ്യിലേക്ക് ഒരു വൈബ്രേഷൻ്റെ ഫീല് നമുക്ക് അനുഭവപ്പെടും. അങ്ങനെയാണ് ആ ഒരു അക്ഷരത്തിൻ്റെ കറക്റ്റാണോ എന്നുള്ളത് എൻ്റെ ഒരു സൂചന അതാണ്. അൽ ഹംസ് ആണെങ്കിൽ ശ്വാസം ഒഴുകുമെന്ന് പറഞ്ഞാൽ കാറ്റ് കുറേ ഒഴുകും അല്ലേ, അഷ്. അപ്പോൾ അതിൻ്റെ കൂടെ കാറ്റുണ്ടെങ്കിൽ അതെന്താണ്, കറക്റ്റാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്തത്. അൽ ജഹറാണെങ്കിൽ നമ്മൾ വോക്കൽ കോഡിന് പാളികൾക്കിടെ വിറയൽ നമ്മളുടെ കൈക്ക് അനുഭവപ്പെടും. അടുത്ത ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ അൽ ഹംസ് എന്നുള്ള സിഫ എന്ത് ചെയ്യുന്നു, അക്ഷരങ്ങളുടെ ശക്തി കുറയ്ക്കും, അക്ഷരങ്ങളെ വീക്കാക്കുന്ന ഒരു സ്വഭാവമാണെന്ത്, അൽ ഹംസ്. ഓക്കെ. അൽ ജഹർ എന്ന് പറയുന്നത് അക്ഷരങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുന്ന സിഫയാണ്. ഒരക്ഷരത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്ന സിഫയാണെന്ത്, അൽ ജഹർ. അതേപോലെ തന്നെ അൽ ഹംസ് എന്നുള്ള അക്ഷരം നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കേൾവിയിൽ അവ്യക്തത ഉണ്ടാവും. അക്ഷരത്തിൻ്റെ സൗണ്ടും കാറ്റും കൂടി അല്ലെങ്കിൽ ശ്വാസവും കൂടി ഒരുമിച്ച് വരുന്നത് കൊണ്ട് രണ്ടിൻ്റെയും കൂടി സൗണ്ട് നമ്മൾ കേൾക്കും അല്ലേ. അഷ് അല്ലേ, ഷീനിൻ്റെ സൗണ്ടും ഉണ്ട്, എയറിൻ്റെ സൗണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അൽ ജഹറാണെങ്കിൽ കേൾവിയിലത് വ്യക്തമായിരിക്കും, അബ് അതിൻ്റെ കൂടെ വേറൊരു സൗണ്ടും ഇല്ല, അക്ഷരത്തിൻ്റെ സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് കേൾവിയിൽ എന്താവും, വ്യക്തത ഉണ്ടാവും. പിന്നെ അൽ ഹംസിൻ്റെ അക്ഷരങ്ങൾ, ഈ ഒരു വേർഡ് നമ്മൾ അല്ലേ 3 വാക്കുകളിലൊരു കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചാണ്. ഫഹസഹു ഷഖ്സുൻ സക്കറ്റ്, ഫ ഹ സ ഹ ഷീൻ ഹ സ്വാദ് സീൻ കാഫ് ത. ഇത്രയും അക്ഷരങ്ങളാണെന്ത്, അൽ ഹംസിൻ്റെ അക്ഷരങ്ങൾ. ബാക്കിയുള്ള ഇപ്പോൾ അറബിയിൽ നമുക്കറിയാം 28 അക്ഷരങ്ങളുണ്ട്. 28 അക്ഷരങ്ങളും 3 മദ്ദും ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള 18 അക്ഷരങ്ങളും മദ്ദുകളും എന്തുപെട്ടതാണ്, അൽ ജഹറിൻ്റെ അക്ഷരങ്ങളാണ്. അപ്പോൾ ഈ അൽ ഹംസ് എന്നുള്ള ക്വാളിറ്റിയിൽ അക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് അക്ഷരങ്ങളുടെ മഖ്റജിനെ നമ്മൾ ദുർബലമായിട്ടാണ് ആശ്രയിക്കുന്നത്, മഖ്റജിനെ വീക്കായിട്ടാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അൽ ജഹറാണെങ്കിൽ മഖ്റജിനെ നമ്മൾ കൂടുതൽ ശക്തിയിൽ ആശ്രയിക്കും, കൂടുതൽ ശക്തിയായിട്ട് നമ്മൾ മഖ്റജിനെ ആശ്രയിക്കും. ഇപ്പോൾ ഒരേ മഖ്റജിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾക്ക് 2 അക്ഷരങ്ങൾക്ക് ഈ 2 സ്വഭാവം ഉണ്ടാവും. ഒരേ മഖ്റജിൽ നിന്ന് വരുന്ന 2 അക്ഷരങ്ങളാണെങ്കിൽ അതിന് 2 അക്ഷരങ്ങൾക്കും ഈ വ്യത്യസ്ത സ്വഭാവങ്ങളാണ് ഉണ്ടാകുക. അപ്പോൾ അങ്ങനെയാണെങ്കിലും
രണ്ടും നമ്മൾ വ്യത്യസ്ത രീതിയിലാണ് കേൾവി ഉണ്ടാവുക. അല്ലെങ്കിൽ മഹ്റജിനെ ആശ്രയിക്കുന്നത് രണ്ടും സെയിം മഹ്റജാണെങ്കിലും ഇതിനെ ആശ്രയിക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ് ആശ്രയിക്കുക. അപ്പോൾ ഉദാഹരണത്തിന് തായും പായും അല്ലേ, താ ദാൽ, ഈ 3 അക്ഷരവും ഒരു മഹ്റജാണ്. അപ്പോൾ താ പറയുമ്പോൾ നമ്മൾ അച്ച് അച്ച് അങ്ങനെയാണ് താ പറയുക. തോ ആണെങ്കിലോ ആപ്പോ ആപ്പോ, ദാലാണെങ്കിൽ അത്. അപ്പോൾ മഹ്റജിനെ കൂടുതൽ ശക്തിയിൽ ആശ്രയിക്കിയതാണ് അൽ ജഹ്റാണ്. അൽ ഹംസ് വീക്കായിട്ട് ദുർബലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, മഹ്റജിനെ ആശ്രയിക്കുന്നത്. അപ്പോൾ നമ്മൾ അൽ ഹംസും അൽ ജഹറും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. രണ്ട് രീതിയിലുള്ള 2 സ്വഭാവങ്ങൾ, 2 സിഫകളാണ് അറബിക്ക് അക്ഷരങ്ങൾക്ക് വരുന്ന 2 സിഫകളാണ്. ഒന്നുണ്ട് അൽ ഹംസ്, അൽ ജഹർ. അപ്പോൾ ഇത് രണ്ടിൻ്റെയും അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ ഒന്നും മനസ്സിലാവാതെ ചിലരെങ്കിലും ഉണ്ടാവാം. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, നമ്മൾ ഈ അക്ഷരങ്ങളെ, ഈ ഒരു അക്ഷരങ്ങളെ എന്ന് പറഞ്ഞാൽ ഹംസിൻ്റെ അക്ഷരങ്ങളെ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു വെക്കുക. ഹംസിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്നുള്ള, ഏതൊക്കെ അക്ഷരങ്ങളാണ് അൽ ഹംസ് സിഫ ഉള്ളതെന്ന് വെച്ചാൽ അത് നമ്മൾ പഠിച്ചു വെക്കുക. ഈ ഒരു 10 അക്ഷരങ്ങളെ നമ്മൾ പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ ഈ ഒരു വാക്ക് നമ്മൾ പഠിച്ചു വെച്ചിട്ട് ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് മാത്രം എന്ത് ചെയ്യുക, കാറ്റ് വരുന്നുണ്ടോ നോക്കിയാൽ മതി. ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് നമ്മളെ വായേന്ന് കാറ്റ് പുറത്തേക്ക്, അക്ഷരങ്ങളുടെ കൂടെ കാറ്റും പുറത്തേക്ക് വരുന്നുണ്ടോ നിങ്ങൾ അതെല്ലാവർക്കും പരിശോധിക്കാൻ പറ്റുമല്ലോ അല്ലേ. അസ്, അഷ്, അഫ് അല്ലേ. കാറ്റിൻ്റെ സൗണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ കയ്യിൽ കാറ്റ് ഫീൽ ചെയ്യുകയും ചെയ്യും, കയ്യിൽ അനുഭവപ്പെടും നമ്മളെ കാറ്റ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതെല്ലാവർക്കും മനസ്സിലാവുമല്ലോ അല്ലേ. ബാക്കിയുള്ള അക്ഷരങ്ങൾക്കൊന്നും എന്ത് ചെയ്യാൻ വരില്ല, കാറ്റുണ്ടാവില്ല. അക്ഷരത്തിൻ്റെ കൂടെ അക്ഷരത്തിൻ്റെ സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കാനാവുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഓരോ ക്ലാസ് കഴിയുന്ന സമയത്തും അല്ലേ, നമ്മൾ സിഫാത്തിൻ്റെ എല്ലാ ക്ലാസ്സും നമ്മൾ എടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഓരോ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ അതിൽ നമ്മൾ കുറേ അക്ഷരങ്ങൾ പഠിക്കുമല്ലോ. അപ്പോൾ ആ അക്ഷരങ്ങളെ നമ്മൾ കേട്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ അക്ഷരങ്ങളൊന്നും പഠിക്കാൻ പറ്റില്ല. ഓക്കെ, വിശുദ്ധ ഖുർആൻ്റെ പാരായണം കേട്ട് മാത്രം നമുക്ക് പഠിക്കാൻ പറ്റില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ, പ്രാക്ടീസ് എത്ര നമ്മൾ ചെയ്യുന്നോ അത്രയും നമ്മുടെ റെസിറ്റേഷൻ പെർഫെക്റ്റ് ആവും. നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അറബിക്ക് അക്ഷരത്തിൻ്റെ പ്രാക്ടീസ്, ലെറ്റർ പ്രാക്ടീസ് ഷെയ്ഖ് അയ്മൻ സ്വൈദിൻ്റെ വീഡിയോ ഉണ്ട്, ഇവിടെ യൂട്യൂബിലുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ കയറുക, ഈ ഒരു വാക്ക് അടിച്ചു കൊടുക്കുക, അറബിക് ലെറ്റർ പ്രാക്ടീസ് ഷെയ്ഖ് അയ്മൻ സ്വൈദ് എന്ന് നമ്മൾ അടിച്ചു കൊടുത്താൽ എല്ലാ അക്ഷരങ്ങളുടെയും പ്രൊനൗൺസിയേഷനും ആ അക്ഷരങ്ങൾ അടങ്ങിയ വിശുദ്ധ ഖുർആനിലുള്ള ആയകളും ഷെയ്ഖ് പാരായണം ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് നല്ലോണം ശ്രദ്ധിച്ച് കേട്ടിട്ട് അതേപോലെ നമ്മൾ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അക്ഷരങ്ങളുടെ പ്രാക്ടീസ് ചെയ്യുന്നത് വീഡിയോ നന്നായിട്ട് കേട്ടിട്ട് നമ്മൾ കൂടെ തന്നെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്, അള്ളാഹു എല്ലാവർക്കും വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഏറ്റവും കറക്റ്റായ, ഏറ്റവും ശരിയായ രീതിയിൽ ഉച്ചരിക്കാനും അതേപോലെ തന്നെ നല്ല രീതിയിൽ പാരായണം ചെയ്യാനുള്ള സൗഭാഗ്യം എല്ലാവർക്കും നൽകട്ടെ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത വനസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.